നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം പ്രശാന്ത്. എന്തായാലും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയില്ലെങ്കിൽ എന്ത്, AICCയുടെ അധ്യക്ഷനായതുകൊണ്ട് എന്തെങ്കിലും നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല നമ്മുടെ മല്ലികാർജുൻ ഖാർഗെക്ക്. ഇറങ്ങിപ്പോകുമ്പോൾ അദ്ദേഹത്തിന് കർണാടക സർക്കാരിൻ്റെ ഒരു സെൻഡ് ഓഫ് പാർട്ടി നടത്തിയൊരു സമ്മാനവും കൊടുത്തിരുന്നു. അതിപ്പോൾ ഏറെ വിവാദമായിരിക്കുകയാണ് അല്ലേ? അത് ചെറിയ സംഭവമൊന്നുമല്ല. ഒരു 5 ഏക്കർ സ്ഥലം, അതിന് വില വരുമ്പോൾ ഒരു 200 കോടി രൂപ വരും. അതും കർണാടകയിലെ എയ്റോസ്പേസ് ബംഗളൂരുവിലെ എയ്റോസ്പേസ് പാർക്കിൽ സിദ്ധാർത്ഥ വിഹാര ട്രസ്റ്റിനാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ സിദ്ധാർത്ഥ വിഹാര ട്രസ്റ്റിന് R&D, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റും അല്ലെങ്കിൽ എയ്റോസ്പേസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു സ്ക്രൂ ഉണ്ടാക്കാനുള്ള സാങ്കേതിക വിദ്യ പോലും വരും. വിമാനത്തിന് ടയറിനടിയിൽ വയ്ക്കുന്ന ഒരു തടിക്കട്ട ഉണ്ടാക്കാനുള്ള ഒരു സ്റ്റോപ്പറും അത് ഉണ്ടാക്കാനുള്ള സാങ്കേതിക വിദ്യ പോലും ഇല്ലാത്ത സിദ്ധാർത്ഥ വിഹാര ട്രസ്റ്റിന് എഴുതി കൊടുത്തത് 5 ഏക്കർ സ്ഥലം, ഏതാണ്ട് ഒരു 100 മുതൽ 200 കോടി രൂപ വരെ എൻ്റെ മതിപ്പ് വിലയുണ്ട്. ഇപ്പോൾ ബാംഗ്ലൂരുവിൽ അത്രയ്ക്ക് പൊന്നും വിലയുണ്ട് ബാംഗ്ലൂരിൽ. അത് എഴുതി കൊടുത്തത് വേറെ ആർക്കുമല്ല, ഇതിൻ്റെ ചെയർമാൻ രാഹുൽ ഖാർഗെ, മല്ലികാർജുൻ ഖാർഗെയുടെ മകൻ. ഇതിനു മുമ്പ് കുടുംബ ട്രസ്റ്റാണ്. ഇതിനു മുമ്പ് കൽബുർഗിയിലും ഇതേപോലെ ഒരു 19 ഏക്കർ കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ നിന്ന് ഡെവലപ്മെന്റ് ബോർഡിൽ നിന്നും 19 ഏക്കർ എന്ന് എഴുതി കൊടുത്തു. ഒടുവിൽ നിന്ന് പ്രതിപക്ഷം BJP ഇടപെട്ട് CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അത് തിരിച്ചെഴുതി കൊടുത്തു അല്ലേ? അപ്പോൾ ഇതിന് എഴുതി കൊടുത്തു, തിരിച്ചെഴുതി കൊടുക്കുന്നു. ഇതൊരുമാതിരി ഈ രാഹുൽ ഗാന്ധി പറയുമല്ലോ, ഈ ഭാരതത്തിൻ്റെ പ്രമാണം ഞങ്ങളുടെ വീട്ടിലെ പത്തായ പെട്ടിക്കകത്താണ്, അതുകൊണ്ട് ഞങ്ങൾ ആർക്കൊന്ന് തീരെഴുതി കൊടുക്കും, തിരിച്ചു വാങ്ങും. അതേപോലെയാണ് ഇത്. സ്ഥലം അടിച്ചു മാറ്റിയിട്ട് അത് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കേസില്ലാതാകുമോ? അല്ല, ഇത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട, ഇതിന് ഏറ്റവും പുതിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങളുമായിട്ട് ബന്ധമുണ്ട്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മല്ലികാർജുനയുടെ ഖാർഗെയുടെ മറ്റൊരു മകൻ പ്രിയങ്ക് ഖാർഗെയാണ് ഇപ്പോൾ കർണാടകയിലെ ആഭ്യന്തരമന്ത്രി. അപ്പോൾ ഈ കർണാടക ആഭ്യന്തരമന്ത്രി ഒന്ന് ആലോചിച്ച് നോക്കണം, ഇന്ത്യ മുഴുവനും പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് RSS. എല്ലാ സ്റ്റേറ്റിലും RSSൻ്റെ പ്രവർത്തനമുണ്ട്. അപ്പോൾ ആ RSSനോട് കർണാടകയിൽ പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ രേഖകളുമായിട്ട് ഹാജരാകണം എന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ്. അപ്പോൾ RSSൻ്റെ സർസംഘചാലക് മറുപടി കൊടുത്തു, മോഹൻജി ഭാഗവത് മറുപടി കൊടുത്തു, അത് സാധിക്കില്ല, ഞങ്ങൾക്ക് രജിസ്ട്രേഷൻ ഇല്ല. ഞങ്ങൾ ഒന്നാമത്തെ കാര്യം, സർക്കാരിൽ നിന്ന് ഒരു ആനുകൂല്യവും വാങ്ങിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയല്ല, രഹസ്യമായി പ്രവർത്തിക്കുന്ന സംഘടനയല്ല, പരസ്യമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ഞങ്ങൾക്ക് സാമ്പത്തിക ആവശ്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ സാമ്പത്തിക ആവശ്യങ്ങൾ, ഈ ഗുരുദക്ഷിണ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. വർഷത്തിലൊരിക്കൽ RSS സ്വയം സേവകർ തങ്ങളുടെ അധ്വാനത്തിൻ്റെ ഒരു പങ്ക് RSSന് കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന കിട്ടുന്ന പണം ഉപയോഗിച്ചാണ് ഞങ്ങൾ യാത്രയൊക്കെ ചെയ്യുന്നതും പ്രവർത്തകരുടെ വീടുകളിൽ നിന്നാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്. അല്ലാതെ ഞങ്ങൾ ഒന്നും സ്വന്തമായിട്ട് ഞങ്ങൾ വസ്തു, ഭൂമി, അങ്ങനത്തെ പരിപാടികളൊന്നും RSSനില്ല. സർക്കാരിൻ്റെ ഒരു ആനുകൂല്യവും വാങ്ങുന്നില്ല. ഇപ്പോൾ പിന്നെ സ്വാതന്ത്ര്യപൂർവ്വ കാലത്തെ പ്രവർത്തിക്കുന്നൊരു സംഘടനയാണ്, 1925. അന്ന് ഇത് രജിസ്റ്റർ ചെയ്യാൻ ആരും പറഞ്ഞില്ല. അങ്ങനെയുള്ള ഒരു സംഘടന ഇനി രജിസ്ട്രേഷനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നില്ല എന്നാണ്. 100 വർഷമായി. ഇപ്പം 100 വർഷമായപ്പോഴത്തേക്കും ഇതും കൊണ്ട് പൊക്കി പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. നേരത്തെ മധ്യപ്രദേശിലെ ദിഗ്വിജയ് സിംഗാണ് ഈ വിഷയം ഉയർത്തിപ്പിടിച്ചത്. RSSന് രജിസ്ട്രേഷൻ ഇല്ല, അതുകൊണ്ട് RSSൻ്റെ വരവ് ചെലവ് കണക്കുകൾ, RSSന് വരവുണ്ടെങ്കിലല്ലേ ചിലവുള്ളൂ, വരവും ചിലവും ഉണ്ടെങ്കിലല്ലേ കണക്ക് കാണിക്കേണ്ടിയുള്ളൂ. അപ്പോൾ ഇത് ഈ ഗുരുദക്ഷിണ എന്ന് പറയുന്നത് നമ്മൾ ക്ഷേത്രത്തിൽ കാണിക്ക സമർപ്പിക്കുന്നത് പോലെയാണ്. അതവർ എടുത്തിട്ട് അവരുടേതായ പ്രവർത്തനങ്ങൾക്ക്, യാത്രകൾക്ക്, അതുപോലെയുള്ള കാര്യങ്ങൾക്ക്, പ്രചാരകന്മാരുടെ അവർക്ക് 2 ജോഡി വസ്ത്രവും ഒക്കെയുള്ള അങ്ങനെ യാത്ര ചെയ്യാനുള്ള പണം, ഇതൊക്കെയാണ്. അപ്പോൾ അത് പോട്ടെ, അതെല്ലാം നമ്മുടെ പ്രിയങ്കിൻ്റെ മനസ്സിൽ മൊത്തം രജിസ്റ്റർ ചെയ്യാൻ വരുന്ന സ്ഥാപനങ്ങൾ, കമ്പനികളൊക്കെ എല്ലാം വ്യവസായങ്ങളാണ്. അപ്പോൾ അതിൽ നിന്ന് കാശ് കിട്ടുമെന്ന് പ്രിയങ്കിന് അറിയാം. രജിസ്റ്റർ ചെയ്യുന്നില്ല, എന്ത് തന്നെ ആകട്ടെ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, എന്താണ് ഈ RSSനോട് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യണമെന്ന് കർണാടകയിൽ നിന്ന് മാത്രം ഇങ്ങനെ. ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഇപ്പോൾ വേറെയും സംസ്ഥാനങ്ങളുണ്ട്, തെലങ്കാനയുണ്ട്, കേരളമുണ്ട്, പിന്നെ ഹിമാചൽ പ്രദേശുണ്ട്. അവിടെയൊന്നും അവർ RSSൻ്റെ അടുത്ത് രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെടുന്നില്ല. കോൺഗ്രസിന് RSSൻ്റെ ചരിത്രം അറിയാത്ത. NGO ആയിട്ടാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, രാഷ്ട്രീയ പാർട്ടി ആയിട്ടാണോ അതോ
മറ്റൊരു RSS ഒരു സാംസ്കാരിക ദേശീയ സംഘടനയാണ്. അതെ. അപ്പോൾ അതിൻ്റെ നിയമപരമായിട്ട് അതിനൊരു ഉത്തരം പറയാൻ ഞാൻ ആളല്ല. ഇപ്പോൾ RSSന് രജിസ്ട്രേഷൻ വേണോ വേണ്ടയോ എന്നൊക്കെ ഒരു തീർപ്പ് കൽപ്പിക്കാൻ ഞാൻ ആളല്ല. പക്ഷേ എനിക്ക് ഒരു സംശയം ഉണ്ടായി, എന്തുകൊണ്ട് ഈ പ്രിയങ്ക് ഖാർഗെ ഇപ്പോൾ ഇങ്ങനെ പറയുന്നു? അതിൻ്റെ ഉത്തരമാണ് താങ്കൾ ചോദിച്ച ചോദ്യം. കാരണം ഈ മല്ലികാർജുന ഖാർഗെയുടെ കുടുംബ ട്രസ്റ്റ്, അതായത് സിദ്ധാർത്ഥ വിഹാർ ട്രസ്റ്റ്, ഈ ട്രസ്റ്റിന് നേരത്തെ കലബുർഗിയിൽ 19 ഏക്കർ സ്ഥലം കിട്ടി, ഇതുപോലെ വെറുതെ കൊടുത്തു. അത് വലിയ വിവാദമായപ്പോൾ അത് തിരിച്ചെഴുതി കൊടുക്കേണ്ടി വന്നു. ഇപ്പോൾ ബംഗളൂരുവിൽ കണ്ണായ സ്ഥലത്ത് എയ്റോസ്പേസ് സെൻറ്ററിൽ 5 ഏക്കർ സ്ഥലം കൊടുത്തു. അത് കൊടുത്തിരിക്കുന്നത് കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെൻറ്റ് ബോർഡ് KIADB. നേരത്തെയും ഇതുപോലെയുള്ള വിവാദം നടന്നു. സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് സിദ്ധരാമയ്യയുടെ ഭാര്യയുടെയും അളിയൻ്റെയും ഒക്കെ പേരിൽ ഭൂമി ഇതുപോലെ കൊടുത്തു. അത് വലിയ വിവാദമായി. അത് പക്ഷെ മടക്കിയൊന്നും കൊടുത്തില്ല. അവർക്ക് അവിടെ വ്യവസായം ആരംഭിക്കാനെന്നും പറഞ്ഞാണ് കൊടുത്തത്. അത് ഈ പറഞ്ഞതുപോലെ ചുളുവിലയ്ക്ക് കണ്ണായ ഭൂമി, മൂല്യമുള്ള ഭൂമി കൊടുക്കുകയായിരുന്നു. അത് തന്നെ ഒരു വലിയ വിവാദമായതാണ്. സ്ക്വയർ ഫീറ്റ് കണക്കിനാണ് ഇത് കർണാടകയിലും, അതായത് ബംഗളൂരുവിലും ചെന്നൈയിലും ഒക്കെ അങ്ങനെയാണ്. സ്ക്വയർ ഫീറ്റിനനുസരിച്ചാണ് ഭൂമിയുടെ വില പറയുന്നത്. ഇത്ര സ്ക്വയർ ഫീറ്റിന് അങ്ങനെ വരുമ്പോൾ ഇതൊരു 1 സെന്റ് ആകുമ്പോൾ തന്നെ 1 കോടിക്ക് പുറത്തു വരും. അങ്ങനെയുള്ള 5 ഏക്കർ സ്ഥലമാണ്. അതെ. ഈ മതിപ്പ് വില 200 കോടി അല്ല. അപ്പോൾ ഈ ഭൂമി കൈവിട്ടു പോകുമോ? ഇതിപ്പോൾ വലിയ വിവാദമായി. ഈ കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെൻറ്റ് ബോർഡ് വഴി ഈ 5 ഏക്കർ വ്യവസായിക ആവശ്യത്തിന് ഇവർക്ക് എയ്റോസ്പേസ് പാർക്ക്. അവിടെയാണ് താങ്കൾ ചൂണ്ടിക്കാണിച്ച പ്രശ്നം. ഇവർക്ക് ഇത് നടത്താനുള്ള ഈ 5 ഏക്കർ സ്ഥലത്ത് ഈ പറഞ്ഞ ഏതെങ്കിലും തരത്തിൽ ഉള്ള വിമാനങ്ങളുടെ ഭാഗങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തും ആകട്ടെ, അത് നിർമ്മിക്കാനുള്ള കഴിവ്, അതിനുള്ള അനുഭവ സമ്പത്ത്, അതിനുള്ള സാങ്കേതിക പരിജ്ഞാനം ഒക്കെ ഈ ട്രസ്റ്റിനുണ്ടോ, ഈ സിദ്ധാർത്ഥ വിഹാർ ട്രസ്റ്റിനുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അത് ഇല്ല എന്ന് കണ്ടതുകൊണ്ടാണ് കർണാടകയിലെ BJP നേതൃത്വം ഇതൊരു ഭൂമി കുംഭകോണമാണ്, ഭൂമി ഇങ്ങനെ മല്ലികാർജുന ഖാർഗെയുടെ കുടുംബത്തിന് തീറെഴുതി കൊടുത്തിരിക്കുന്നു, ഇത് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ, ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്ക് തട്ടണം. അറിയേണ്ടത് DK ശിവകുമാറിനെ മുഖ്യമന്ത്രി വാഴിച്ചതിന്റെ പ്രത്യുപകാരം ആണോ? അപ്പോൾ ഇത് BJP വളരെ ശക്തമായിട്ട് ഈ വിഷയം എടുത്തിട്ട്, കാരണം ഇപ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഒരാൾക്കൊരു ഭൂമി കൊടുക്കണമെങ്കിൽ ആ ഭൂമിയിൽ അയാൾ എന്ത് വ്യവസായമാണോ തുടങ്ങാൻ പോകുന്നത് അതിൻ്റെ ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് കൊടുക്കണം. അപ്പോൾ ഈ ട്രസ്റ്റ് എന്ത് പ്രോജക്റ്റ് റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്, ഇവരെന്ത് വ്യവസായമാണ് അവിടെ ആരംഭിക്കാൻ പോകുന്നത്, അങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം BJP അവിടെ ഉന്നയിച്ചു. അത് ചോദിക്കുമ്പോൾ ഇവർക്ക് മുൻപരിചയമില്ല. ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ വിഴിഞ്ഞം പോർട്ട് നിർമ്മാണത്തിന് അദാനി ടെൻഡർ കോട്ട് ചെയ്തു. അപ്പോൾ അദാനിയോട് ബിഡ് പൊട്ടിക്കുന്ന അവസരത്തിൽ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ഗവൺമെൻറ് ചോദിച്ചു, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ്, നിങ്ങൾ എവിടെയൊക്കെ തുറമുഖം നിർമ്മിച്ചിട്ടുണ്ട്? അപ്പോൾ അവർ പറയണം, ഞങ്ങൾ ഒറ്റയ്ക്കല്ല തുറമുഖം നിർമ്മിക്കുന്നത്, ഞങ്ങളൊരു വിദേശ കമ്പനിയുമായിട്ട് ചേർന്നാണ്. ഈ വിദേശ കമ്പനി ലോകത്ത് ഇത്ര തുറമുഖങ്ങൾ നിർമ്മിച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഞങ്ങളും അവരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഇത്ര നാളുകളായി. ഞങ്ങൾ ഇത്ര തുറമുഖങ്ങൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇത്ര തുറമുഖങ്ങൾ പൂർത്തിയാക്കി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദാനി പറയും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ടാണ് ടെൻഡർ അദാനിയുമായിട്ട് ഉറപ്പിക്കുന്നത്. അല്ലാതെ സർക്കാർ വെറുതെ പോയി അദാനിക്ക് എന്നാൽ ഒരു ദിവസം രാവിലെ ഉണർന്നെണീറ്റപ്പം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് നമുക്ക് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം അദാനിക്ക് കൊടുത്തു കളയാം കേട്ടോ എന്ന് തോന്നിയിട്ട് കൊടുക്കുന്നതല്ല. ഒരു ടെൻഡറും അങ്ങനെയല്ല. അപ്പം ഇവിടെയും അത് തന്നെ, ഒരു സർക്കാർ ഇതുപോലൊരു ട്രസ്റ്റിന് 5 ഏക്കർ സ്ഥലം അങ്ങ് കൊടുക്കുകയാണ്. ഈ 5 ഏക്കർ സ്ഥലം കൊടുക്കുമ്പോൾ അവർ 5 ഏക്കർ സ്ഥലം എന്ത് ചെയ്യാൻ പോകുന്നു എന്നറിയണ്ടേ? അതും ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിൽ. അത് ആരുടെ ഭൂമിയാണ്? കർണാടക ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന ഭൂമിയാണ്. പ്രൊജക്ട് അപ്രൂവ് ചെയ്ത് അതെ അതിന്റെ എല്ലാ വശങ്ങളും ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് കണ്ട് അത് പഠിച്ചതിന് ശേഷം വേണം അത് അപ്രൂവ് ചെയ്തിട്ട് ഈ ഭൂമി കൈമാറാൻ.
അങ്ങനെ ഒന്നും ഇല്ലാതെ ഒരു ട്രസ്റ്റുകാർ വന്ന് ചോദിച്ചു, ഉടനെ ഭൂമി കൈമാറി. എനിക്കൊന്ന് ഇതായിരുന്നു ഡി കെ ശിവകുമാറിന്റെ പാക്കേജ്. ഖാർഗെയുടെ മുഖ്യമന്ത്രിയാക്കിയാൽ ഖാർഗെയുടെ ഒരു മകന് കർണാടകയിൽ ബംഗളൂരിൽ തന്നെ 5 ഏക്കർ സ്ഥലം, മറ്റൊരു മകന് ആഭ്യന്തരമന്ത്രി. ഇതൊക്കെ ഇതാണ് BJP അവിടെ എതിർത്തത്. അപ്പോൾ BJP വളരെ ശക്തമായിട്ട് എതിർപ്പുമായിട്ട് വന്നപ്പോൾ ഇപ്പുറത്ത് പ്രിയങ്ക് ഖാർഗെ ആഭ്യന്തരം കയ്യിലിരിക്കുകയാണല്ലോ, അയാൾ ഉടനെ RSSനെതിരെ. ഈ ഉമ്മാക്കിയൊന്നും കണ്ടാൽ പേടിച്ചു പോകുന്നവരല്ല RSSകാർ. നിങ്ങളത് ആദ്യം മനസ്സിലാക്കുക. RSS ആണെന്ന് ഇന്ത്യ ഭരിക്കുന്ന, RSS ഭരിക്കുന്നു എന്ന് പറയുമ്പോൾ RSSൻ്റെ സർസംഘചാലകല്ല, പക്ഷേ ഒരു RSS പ്രചാരകനായിരുന്ന ആളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഒരു RSSൽ പ്രവർത്തിച്ച് തഴക്കവും പഴക്കവും വന്നയാളാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി, അതുപോലെ ഉപരാഷ്ട്രപതി. ഇവരെല്ലാം സംഘപരിവാറിൽ കൂടി വളർന്നു വന്നവരാണ്. അങ്ങനെയുള്ള ഒരു നാട്ടിൽ നിങ്ങൾ നിസ്സാര കാരണമൊക്കെ പറഞ്ഞ് ഈ RSSന് മൂക്കുകയറിടാം എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ പോവുകയാണെങ്കിൽ അത് വലിയ ആപത്തിലേ നിങ്ങൾക്ക് കലാശിക്കുകയുള്ളൂ. കേരളത്തിൽ ഇതുപോലെ സമാനമായൊരു സംഭവം ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത്. അതായത് ക്ഷേത്രങ്ങളിലെ RSSന്റെ കായിക പരിശീലനം നിരോധിച്ചു. എന്ന് വെച്ചാൽ RSSന്റെ ശാഖ നിരോധിക്കുക എന്ന് പറയാനുള്ള ധൈര്യം പറഞ്ഞില്ല. കായിക പരിശീലനം RSS ശാഖകളിൽ നടത്തുന്ന കായിക പരിശീലനം എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, കബഡി കളിക്കും. അവിടെ ബൗദ്ധിക വിഭാഗമുണ്ട്, ചർച്ചകളുണ്ട്, വാർത്തകളെക്കുറിച്ച് ചർച്ച ചെയ്യും, അതൊക്കെയുണ്ട്. അതിനൊരു കാര്യക്രമമുണ്ട്. വന്നു കഴിഞ്ഞാൽ അവിടെ ധ്വജം, ഇവരെല്ലാം ആദ്യം ഫോളിനായിട്ട് ധ്വജം ഉയർത്തണം, ആ ധ്വജത്തെ നമസ്കരിക്കണം, അങ്ങനെ കുറച്ച് കാര്യക്രമങ്ങളുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ പല വിഷയങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൽ ബൗദ്ധികവും കായികവുമായ 2 തരത്തിലുള്ള നമ്മുടെ ബുദ്ധിവികാസം ഉണ്ടാകണം, ശരീരത്തിന് ആരോഗ്യം ഉണ്ടാകണം. ഈ 2 തരത്തിലുള്ള വ്യത്യസ്ത പരിശീലനങ്ങളും അവിടെ നൽകും. ആ പരിശീലനം എല്ലാവരുടെയും കൺമുന്നിലാണ്, ഒന്നും ഒളിച്ചു വെച്ചിട്ടില്ല. അപ്പോൾ അവിടെ നമ്മളെ പഴയ കളരിയിലെ ചില മുറകൾ, യോഗാഭ്യാസങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് സൂര്യനമസ്കാരം എല്ലാ ദിവസവും ശാഖയിൽ പോകുന്ന ഈ ശാഖാർത്ഥികൾ ചെയ്യാറുണ്ട്, സ്വയം സേവകർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് പരസ്യമായിട്ട് നടക്കുന്നതായിരിക്കും. ഇതിനെ നിരോധിക്കും എന്ന് പറഞ്ഞാൽ ഈ നിരോധിക്കും എന്ന് പറയുന്ന ആളിൻ്റെ തലയിൽ ആണി ഊരിപ്പോയിരിക്കണമെന്നേ പറയാനുള്ളൂ. അല്ല, അതാണ് ഈ ശാഖ നിരോധിക്കും എന്നല്ല അവർ പറയുന്നത്, കായിക പരിശീലനം നിരോധിക്കും. ഞങ്ങൾ ശാഖ നിരോധിക്കുന്നല്ല, നിങ്ങൾക്ക് വന്ന് ധ്വജമൊക്കെ ഉയർത്താം, നമസ്കരിക്കാം, പക്ഷെ കായിക പരിശീലനം, എന്ത് കായിക പരിശീലനമാണ് അവിടെ നടക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫിസിക്കൽ, നമ്മുടെ കോച്ചിങ് സെന്ററുകളിലൊക്കെ കബഡി പാടില്ല, കരാട്ടെ പാടില്ല, കുട്ടികളുടെ ജൂഡോ പാടില്ല, കളരിയൊന്നും പാടില്ല, ഇതൊന്നും പാടില്ല, അല്ല കായിക പരിശീലനം. ഇങ്ങനെയുള്ള, അതായത് അവിടെ വരുന്ന, അതിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെ ശാരീരിക ക്ഷമത നിലനിർത്താൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അല്ലാതെ അത് ആരെങ്കിലും ആക്രമിക്കാനോ ആരെങ്കിലും ഉപദ്രവിക്കാനോ വേണ്ടി പഠിപ്പിച്ചു കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും അവിടെ. ശാഖ കഴിഞ്ഞിട്ട് നടന്ന് വീട്ടിൽ പോകണം, അല്ലെങ്കിൽ സൈക്കിൾ വിട്ട് വീട്ടിൽ പോകണം, രാവിലെ എഴുന്നിട്ട് ജോലി പണിക്ക് പോകണം, അതെ, അതിനുള്ള കായിക ബലം വേണം. വൈകുന്നേരം തിരിച്ച് ശാഖയിലേക്ക് വരണം, അതിനുള്ള കായിക ബലം വേണം. അതെ, അപ്പൊ അതിനുള്ളൊരു കായികക്ഷമതയാണ്. രസം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ശാഖ നടക്കുന്ന സ്ഥലത്തുകൂടെ കടന്നു പോയാൽ നമുക്ക് തന്നെ, ഞാൻ എൻ്റെ കൊച്ചിലേ തൊട്ടേ കാണുന്നൊരു കാര്യമാണ്. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ശാഖ നടക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ വൈകിട്ട് ഇതുപോലെ ട്യൂഷന് പോകുമ്പോഴൊക്കെ ആയിരിക്കും നമ്മൾ കാണുന്നത്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കുറച്ച് നേരം ഇങ്ങനെ കയ്യും കെട്ടി നോക്കി നിൽക്കും. ഇത് കാണാൻ നല്ല രസമാണ് ഇവർ ചെയ്യുന്ന കാര്യങ്ങളെ. അടുക്കും ചിട്ടയുണ്ട്. അപ്പോൾ ഈ അറ്റൻഷനായിട്ട് നിന്ന് ധ്വജത്തിനെ പ്രണാം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഒരു അറ്റൻഷനായിട്ട് നിൽക്കും. ഇങ്ങനെയൊക്കെ ഉള്ള അതൊരു സാംസ്കാരികമായ ഒരു പ്രവൃത്തിയാണ്. അല്ലാതെ അതിനകത്ത് എന്തെങ്കിലും വേറെ അക്രമമോ അനീതിയോ എന്തെങ്കിലും അന്യായമോ ഒന്നും നടക്കുന്നില്ല. ഇരിക്കട്ടെ, ഇതെല്ലാം തുറന്ന മൈതാനത്താണ് നടക്കുന്നത്, ഒന്നും എവിടെയെങ്കിലും രഹസ്യ സങ്കേതത്തിൽ വെച്ചല്ല നടക്കുന്നത്. അപ്പോൾ ഇവിടെ കർണാടകയിൽ ഈ ഭൂമി എങ്ങനെയും തട്ടിയെടുക്കണം. അപ്പോൾ അതിനിപ്പോൾ BJPയുമായിട്ട് കോംപ്രമൈസ്. അപ്പം BJP ആണല്ലോ ആരോപണമൊക്കെ ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. നേരത്തെ 19 ഏക്കർ ഇതുപോലെ വാങ്ങിച്ചത് വലിയ വിവാദമായപ്പോൾ തിരിച്ചു കൊടുത്തു. CBI വരുമെന്ന് അറിഞ്ഞപ്പോൾ അത് തിരിച്ചു കൊടുത്ത് ഇപ്പോൾ ഈ 5 ഏക്കർ എങ്ങനെയെങ്കിലും കിട്ടണം. അപ്പോൾ അതിന് ഖാർഗെ സഹോദരന്മാർ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പോൾ അതിൽ ഇയാൾ പിന്നെ ഈ രാഹുൽ ഖാർഗെക്ക് വേണ്ടി പ്രിയങ്ക് ഖാർഗെ ഇറങ്ങി RSS എവിടെ, RSSൻ്റെ രജിസ്ട്രേഷൻ. ഇത് കേട്ടാൽ BJPക്കാർ പേടിച്ചു പോകുമെന്നാണ് ഇവർ ധരിച്ചിരിക്കുന്നത്. ഇവിടെ BJP ഇതെന്താ, ഇതിൻ്റെ ആത്യന്തികമായ ഫലം എന്താണെന്നറിയാമോ? കാലാവധി പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ BJPക്ക് നല്ല ഭൂരിപക്ഷത്തോടു കൂടി അവിടെ ജയിച്ച് തിരിച്ചു വരാൻ പറ്റും. തീർച്ചയായിട്ടും. കാരണം
DK ശിവകുമാറിന് തുടർഭരണം കിട്ടരുത്. ഇത് ഈ മല്ലികാർജുന ഖാർഗെയുടെ മക്കളും സിദ്ധരാമയ്യയും അവിടുത്തെ ഈ മുള്ളുമുരുക്ക് മുറുകമ്പാമ്പ് ഗ്രൂപ്പുകളുണ്ടല്ലോ, ഈ കർണാടക കോൺഗ്രസ്സിലെ, ഇവരെല്ലാവരും എങ്ങനെ DK ശിവകുമാറിനെ ചവിട്ടി തള്ളിയിടാം. DK ശിവകുമാർ എന്ന് പറഞ്ഞ ഒരു അതികായനായ ഒരു ഏറ്റവും മികച്ച ഫണ്ട് റൈസറാണ്. ഇപ്പോൾ DK ശിവകുമാറിനോട് കോൺഗ്രസ് നേതൃത്വം പറയാണ്, നാളെ 10 കോടി രൂപ നമുക്ക് കോൺഗ്രസിൻ്റെ ഇന്ന പ്രോജക്റ്റ് നടപ്പാക്കാൻ വേണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ 10 കോടി രൂപ അവിടെ വിവിധ ആൾക്കാരിൽ നിന്ന് സംഭാവനയായിട്ട് അവിടെ എത്തിക്കും. നിയമവിധേയമായിട്ട് തന്നെ, നിയമവിരുദ്ധമായിട്ടൊന്നുമല്ല. അദ്ദേഹത്തിന് അത്രയും സ്വാധീനമുണ്ട് ആൾക്കാരിൽ, വ്യവസായികളിൽ, വലിയ കോർപ്പറേറ്റ് മേഖലകളിലൊക്കെ അദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ട് അതുപയോഗിച്ച് അദ്ദേഹം ഈ ഫണ്ട് അവിടെ എത്തിക്കും. ഈ DK ശിവകുമാറിനെ അതുകൊണ്ട് തന്നെ വീഴ്ത്തുക എളുപ്പമല്ല, അദ്ദേഹത്തിന് നല്ല സ്വാധീനമുണ്ട്. ഇവിടെ ഈ DK ശിവകുമാറിനെ വീഴ്ത്തി അടുത്തത് അവിടെ BJP സർക്കാർ വന്ന 5 കൊല്ലം കഴിയുമ്പോൾ ആ BJP പോയിട്ട് അവിടെ ഒരു ആൾട്ടർനേറ്റ് BJP കോൺഗ്രസ് എന്ന് പറഞ്ഞാണല്ലോ വരുന്നത്. അപ്പോൾ അത് അല്ലെങ്കിൽ ഈ കുമാരസ്വാമിയെ കൂട്ടുപിടിച്ച് BJPയുടെ ഭരണം അട്ടിമറിച്ച് എങ്ങനെയെങ്കിലും കോൺഗ്രസ്സിന് ഭരണം പിടിക്കുക. അപ്പോഴത്തേക്കും ഈ DK ശിവകുമാറിനെ മാറ്റി നിർത്തി പ്രിയങ്ക് ഗാർഖയ്ക്ക് മുഖ്യമന്ത്രിയാകാൻ വഴിയൊരുക്കണം. ഇങ്ങനെയുള്ള ഒരുപാട് പദ്ധതികൾ ഇതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. പക്ഷേ ഈ പദ്ധതി ഒന്നും വിജയിക്കില്ല എന്നുള്ളതാണ് ആത്യന്തികമായ ഫലം. BJP ഇത് കുറേ കണ്ടതാണ്. അവർ ഒരു MP പോലും ഇല്ലാതിരുന്ന കാലത്ത്, ഒരു MLA ഇല്ലാതിരുന്ന കാലത്ത്, ഒരു പഞ്ചായത്ത് മെമ്പർ ഇല്ലാതിരുന്ന കാലത്ത് RSSന് നേരെ വന്ന നിരോധനം അവർ ശക്തിയുക്തം നേരിട്ട് പരാജയപ്പെടുത്തിയ ചരിത്രമാണ് RSSനുള്ളത്. സ്വാതന്ത്ര്യം കിട്ടി, ഗാന്ധി വധം കഴിഞ്ഞപ്പോൾ RSSനെ നിരോധിച്ചു. അന്ന് RSSന് രാഷ്ട്രീയത്തിലില്ല, RSSന് ഇതില്ല, MLAമാരില്ല, ജനപ്രതിനിധികളില്ല, ഒന്നുമില്ല അല്ലേ? ഇപ്പോഴും RSSന് ജനപ്രതിനിധികളില്ല, BJPക്കാണ് ജനപ്രതിനിധികളുള്ളത്. രാഷ്ട്രീയ കക്ഷിയല്ല, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല. അന്ന് ആ നിരോധനം എതിർത്ത് തോൽപ്പിച്ച RSS അടിയന്തരാവസ്ഥയുടെ ഏറ്റവും കൊടിയ ഭീകരമായ ചെയ്തികൾ അതിനെ എതിർത്ത് തോൽപ്പിച്ച RSS 91-ൽ നരസിംഹറാവു നിരോധിച്ച കാലത്ത് അതിനെ എതിർത്ത് തോൽപ്പിച്ച RSS ഒരു ഈ ഖാർഗെ എന്ന് പറയുന്നത് RSSനെ സംബന്ധിച്ചിടത്തോളം ഒരു ചീള് കേസ്. കോൺഗ്രസിനെ ചീളാണ്, കോൺഗ്രസ് തന്നെ RSSന് ഒരു ചീളാണ്. അപ്പോൾ അത് എന്ന് പറയുന്നത് നിസ്സാരം. കണ്ടില്ല, നമ്മൾ കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് അദ്ദേഹം കർണാടകയിലെ ഒരു കോൺഗ്രസിന്റെ ഒരു സംസ്ഥാന റാലിയിൽ വെച്ചിട്ട് പ്രവർത്തകരെ യൂസ്ലെസ് ഫെല്ലോസ് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നതും അവരോട് ദേഷ്യപ്പെടുന്നതൊക്കെ നമ്മൾ കണ്ടു, മല്ലികാർജുന ഖാർഗെ. അപ്പോൾ ഞാൻ പറയണ കോൺഗ്രസ് അത്രയൊക്കെ ഉള്ളൂ. അവർ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ഈ ഒരു വിരട്ടി നോക്കുകയാണ്. അത് ഈ ഭൂമി പ്രശ്നമാണ് വിഷയം. ആ ഭൂമി BJP സൈലൻ്റ് ആകുമോ? BJPയെ സൈലൻ്റ് ആക്കാൻ പറ്റുമോ? ഈ RSS ഇത് മൈൻഡ് ചെയ്യുന്നില്ല, BJP അത്ര പോലും മൈൻഡ് ചെയ്യില്ല. അവർക്കറിയാം RSSന് ഈ കാര്യത്തിന് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് RSSന് അറിയാം. അതുകൊണ്ട് BJPക്കാർ അതിനകത്ത് തലയിടാൻ പോകത്തില്ല. RSSകാരോട്ട് ഇത് കേട്ടതായിട്ട് പോലും നടിക്കുന്നില്ല. രജിസ്ട്രേഷനോ ഒന്ന് പോടാവുകയെ എന്ന് പറഞ്ഞ് അതിനെ അങ്ങ് തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല. പക്ഷേ ഈ 5 ഏക്കർ ഭൂമി കിട്ടും എന്ന് വിചാരിച്ച് ഇത്തരം നമ്പറുകളൊന്നും ഖാർഗെ കുടുംബം ഇറക്കണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇറക്കിയാലും വലിയ ഫലമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതെ, കലബുർഗിയിൽ നിങ്ങൾ 19 ഏക്കർ വാങ്ങിയിട്ട് അവസാനം തിരിച്ചു കൊടുക്കേണ്ടി വന്നതുപോലെ ഇത് CAG റിപ്പോർട്ടിലൊക്കെ വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. CNAG റിപ്പോർട്ടിൽ വളരെ കൃത്യമായിട്ട് അന്ന്, അതുകൊണ്ടാണത് CBI അന്വേഷണത്തിലേക്ക് പോകാൻ തയ്യാറായത്. കോൺഗ്രസ് ആണെങ്കിലും CBI അന്വേഷണം വന്നാൽ പെട്ടു. CBI BJPയുടെ കീഴിലല്ലേ, അറസ്റ്റും എല്ലാം നടന്ന നാണക്കേടല്ലേ. അപ്പോൾ അതുകൊണ്ട് അവർ മാന്യമായിട്ട് ഭൂമി തിരിച്ചു കൊടുത്ത് കൈ കഴുകി. ഇവിടെ അതുപോലെ ഈ 5 ഏക്കർ സ്ഥലം തിരിച്ചു കൊടുത്ത് കൈ കഴുകേണ്ടി വരും ഖാർഗെ കുടുംബത്തിന്. അതിൽ കൂടുതലായിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല.